തലശ്ശേരിയിൽ ജയിലിലടക്കപ്പെട്ട പെൺകുട്ടി ജാമ്യത്തിൽ ഇറങ്ങി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. CPM നേതാക്കളുടെ ഭാഗത്ത് നിന്ന് അപവാദ പ്രചാരണങ്ങൾ ഉണ്ടായതിനാലാണ് ആത്മഹത്യാ ശ്രമം നടത്തിയതെന്നാണ് ബന്ധുക്കൾ നൽകുന്നത്. CPM നേതാവ് P. ജയരാജൻ ഇപ്പോൾ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ P. ജയരാജൻ, കഴിഞ്ഞ ദിവസം ജയിൽ മോചിതരായ പെൺകുട്ടികളിൽ ഒരാൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരിക്കുന്നു. അവരുടെ ബന്ധുക്കൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ജയിൽ മോചിതരായതിനു ശേഷവും ചില CPM നേതാക്കളുടെ ഭാഗത്ത് നിന്ന് അപവാദ പ്രചാരണങ്ങൾ ഉണ്ടാകുന്നു. അതിൽ മനം നൊന്താണ് ഈ കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്നാണ്. എന്താണ് താങ്കളുടെ പ്രതികരണം? ഞാൻ മനസ്സിലാക്കിയത്, ഈ ഒരു പെൺകുട്ടി പാരസെറ്റമോൾ കഴിച്ചു എന്നതാണ്. പാരസെറ്റമോള് ആത്മഹത്യക്കുള്ള ഗുളികയല്ലല്ലോ. സ്ലീപ്പിംഗ് പിൽസ് ആണെങ്കിൽ മനസ്സിലാക്കാം. നിങ്ങൾ മാധ്യമ പ്രവർത്തകന്മാരോട് അന്വേഷിക്കൂ, ആ ആസ്പത്രിയിലെ ഡോക്ടർമാരോട് ചോദിക്കൂ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 4 or 5 പാരസെറ്റമോൾ കഴിച്ചതിന്റെ ഫലമായിട്ട് അവശനിലയിൽ ആസ്പത്രിയിൽ എത്തിച്ചു എന്നാണ്. ചിലപ്പോ ഈ കോൺഗ്രസ് നേതാക്കന്മാര് ബോധപൂർവമാണല്ലോ ജയിലിൽ അടക്കാനുള്ള സാഹചര്യം സൃഷ്ടിച്ചത്. അതിൽ വിഷമത്തോടുകൂടി ചിലപ്പോ പനി വന്നിട്ടുണ്ടാവും. ആ പനിക്ക് പരിഹാരം എന്ന നിലക്ക് പാരസെറ്റമോൾ കഴിച്ചിട്ടുണ്ടാവും. മറ്റു കാര്യങ്ങൾ CPMന്റെ ഭാഗത്ത് നിന്ന് ആ പെൺകുട്ടികളെ മാനസികമായി പീഡിപ്പിക്കത്തക്ക നിലയിൽ ഒരു നിലപാടും ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ അവരെ ജയിലിൽ അടച്ച് മാനസികമായി പീഡിപ്പിച്ചത് കോൺഗ്രസ് നേതാക്കന്മാരാണ്. കാരണം ജാമ്യം കിട്ടാവുന്ന ഒരു വകുപ്പിൽ കേസെടുത്തതിനെ തുടർന്ന് ജാമ്യത്തിന് അപേക്ഷിച്ച് ജാമ്യം വാങ്ങേണ്ടതാണല്ലോ. ആ ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കാത്ത കോൺഗ്രസ് നേതാക്കന്മാരാണ് ഇവരെ ജയിലിൽ അടക്കാനുള്ള സാഹചര്യം സൃഷ്ടിച്ചത്. അതിന് അവരാണ് മറുപടി പറയേണ്ടത്. ശ്രീ P. ജയരാജൻ, അപ്പോൾ ഈ ആത്മഹത്യാ ശ്രമവും ഒരു നാടകമാണെന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, അതെനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവർ പാരസെറ്റമോൾ 4 or 5 എണ്ണം കഴിച്ചിട്ട് അവശനിലയിൽ ആസ്പത്രിയിലായി എന്നതാണ്. അപ്പോ സ്ലീപ്പിംഗ് പിൽസോ അതുപോലെ എന്തെങ്കിലും മാരകമായിട്ടുള്ള വിഷാംശമോ ഉള്ളിൽ ചേർന്നല്ല അവർ ആസ്പത്രിയിൽ എത്തിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവര് അത്തരമൊരു മാനസിക വിഷമത്തിൽ അകപ്പെട്ടു എന്നത് യാഥാർത്ഥ്യമാണ്. ആ മാനസിക വിഷമത്തിൽ അകപ്പെടുത്തിയത് കോൺഗ്രസ് നേതാക്കന്മാരുടെ ഗൂഢപദ്ധതിയുടെ ഭാഗമായിട്ടാണ്, അതിന്റെ ഫലമായിട്ടാണ്. അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ അതിന് മറുപടി പറയേണ്ടത്. പക്ഷെ ബന്ധുക്കൾ ഇപ്പോഴും പറയുന്നത്, ഇന്നലെ ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം നടന്ന ചാനൽ ചർച്ചകളിലടക്കം CPMന്റെ നേതാക്കൾ വലിയ രീതിയിൽ അധിക്ഷേപിക്കുന്ന രീതിയിൽ തങ്ങൾക്കെതിരെ സംസാരിച്ചു. ഈ രീതിയിലുള്ള അധിക്ഷേപങ്ങൾ കേട്ട് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല, ഒരുപക്ഷെ കുടുംബമടക്കം ആത്മഹത്യ ചെയ്യേണ്ട ഒരു വക്കിലാണ് ഉള്ളത് എന്നൊക്കെയാണ് ഇവരുടെ കുടുംബാംഗങ്ങൾ പറയുന്നത്. ഈ രാജന്റെ കുടുംബാംഗങ്ങളിൽപ്പെട്ട ആളുകൾ രാജനെതിരായിട്ട് പരാതി കൊടുത്തിട്ട് നിലവിൽ കേസുണ്ടല്ലോ, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അത് രാജന്റെ കുടുംബാംഗങ്ങളിൽപ്പെട്ട ഇന്ത്യൻ ബാങ്ക് ജീവനക്കാരൻ രാജനെതിരായിട്ട് കൊടുത്ത പരാതി ഇപ്പൊ കേസായിട്ട് കോടതിയിൽ കിടക്കുന്നുണ്ട്. അപ്പൊ കുടുംബാംഗങ്ങൾക്കാകെ രാജന്റെയും കുടുംബത്തെ, രാജന്റെയും മക്കളെയും കുറിച്ച് നല്ല അഭിപ്രായമല്ല ഉള്ളത് എന്ന് വ്യക്തമാണല്ലോ. അപ്പോ വ്യവഹാരം സ്ഥിരമായിട്ട് നടത്തുന്ന ശീലമുള്ള രാജനുമായിട്ട് സ്വന്തം കുടുംബത്തിൽപ്പെട്ട ആളുകൾ പോലും തർക്കത്തിലാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കേസ് കോടതിയിൽ നിലനിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അതൊക്കെ കള്ളക്കേസുകളാണെന്ന് ഇവർ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. കള്ളക്കേസല്ല, യഥാർത്ഥ കേസ് തന്നെ. ആ കള്ളക്കേസാണോ എന്നുള്ളത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണല്ലോ. ഏതായാലും CPMുമായിട്ടുള്ള ഒരു തർക്കത്തിന്റെ പേരിലല്ല രാജന്റെ കുടുംബത്തിൽപ്പെട്ട ആള് തന്നെ രാജനെതിരായിട്ട് കേസ് കൊടുത്തത്. അത് രാജന്റെ ഒരു വ്യവഹാര മനസ്ഥിതി ഉണ്ടല്ലോ. ചില സമൂഹത്തിൽ അത്തരത്തിലുള്ള ചില വ്യക്തികളെ കാണാം, എപ്പോഴും വ്യവഹാരം കൊണ്ടേയിരിക്കണം. ആ വ്യവഹാരം ഉണ്ടാക്കുന്ന മാനസികാവസ്ഥയുടെ ഫലമായിട്ട് രാജന്റെ കുടുംബാംഗങ്ങളിൽ നിന്ന് തന്നെ രാജനെതിരായിട്ട് പരാതി വരുന്നു, അയൽവക്കക്കാരിൽ നിന്ന് പരാതി വരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെയുണ്ടായി. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് CPM മുൻകൈയെടുത്ത് ശ്രമിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് കുട്ടിമാക്കൂരിലെ ശ്രീനാരായണ വായനശാലയിൽ ഈ മാസം 9-ാം തീയതി രാജന്റെ കുടുംബത്തെയും കോൺഗ്രസ് നേതാക്കന്മാരെയും അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് മധ്യസ്ഥ ചർച്ചക്ക് CPIM മുൻകൈയെടുത്തത്. അതാ CPIM ഇക്കാര്യത്തിൽ അവിടുത്തെ പ്രശ്നങ്ങളിൽ എടുക്കുന്ന നിലപാട്. പ്രശ്നം പരിഹരിക്കുക, മധ്യസ്ഥ തീരുമാനം ഉണ്ടാക്കുക. ആ തീരുമാനം ലംഘിക്കുന്ന നിലപാടാണ് രാജനും കുടുംബവും സ്വീകരിച്ചിട്ടുള്ളത്. റൈറ്റ്, വളരെ നന്ദി ശ്രീ P. ജയരാജൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത്.